ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ +2 പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അതിൻ്റെ ഒരു സെറ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഈ വർഷം എന്ത് ചെയ്യാണ് ഒന്ന് ചെയ്തു നോക്കുകയാണ്. കാരണം ഏകദേശം ഒരു 14-16 മാർക്കോളം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതൊന്ന് നമുക്ക് സെറ്റാക്കാം വളരെ പെട്ടെന്ന്. ഞാനിവിടെ ചോദ്യങ്ങൾ തരും. ചോദ്യങ്ങൾ തന്ന് വളരെ കുറച്ച് സെക്കൻഡ് നിങ്ങൾക്ക് അനുവദിക്കും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പറിനകത്ത് നിങ്ങൾ അതിൻ്റെ ഓപ്ഷൻസ് മാത്രം എയും ബിയും ആണെങ്കിൽ എയും ബിയും, സിയും ഡി ആണെങ്കിൽ സിയും ഡിയും മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്ത് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സെറ്റാണല്ലോ? അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. നോക്കുക, നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം. ശകുന്തള ദുഷ്യന്തനേക്കാൾ ശ്രേഷ്ഠയാണ് എന്ന് വ്യക്തമാകുന്ന ഈരടികൾ ഏവ. നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം. ശകുന്തള ദുഷ്യന്തനേക്കാൾ ശ്രേഷ്ഠയാണ് എന്ന് വ്യക്തമാകുന്ന ഈരടികൾ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? എ, മേദിനിയിലും പുനരന്തരീക്ഷത്തിങ്കിലും ഭേദമെന്നിയെ നടന്നിടാമെന്നെനിക്കടോ. ബി, സത്യധർമാതി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. സി, മേരുവും കടുകുമുള്ള അന്തരമുണ്ട് നമ്മിൽ സാരജ്ഞനല്ലൊട്ടും ഓർത്താളം ധാത്രീഷ ഭവാൻ. ഡി, കോകില നാരി പോലെ നീ പരഭൃതയല്ലോ, പോക വൈകാതെ നിന്നെ കാണുകയിൽ ഇച്ഛയില്ല. ഇതിനകത്ത് ശകുന്തള ദുഷ്യന്തനേക്കാൾ ശ്രേഷ്ഠയാണ് എന്ന് വ്യക്തമാകുന്ന ഈരടികൾ 2 ഭാഗമുണ്ട്. ഏതൊക്കെയാണ്? ഓപ്ഷൻ ഉത്തരം മാർക്ക് ചെയ്തോ? യെസ്, നോക്കുക, എയും സിയുമാണ്. മേദിനിയിലും പുനരന്തരീക്ഷത്തെങ്കിലും ഭേദമെന്നിയെ നടന്നിടാമെന്നെനിക്കടോ. മേരുവും കടുകുമുള്ള അന്തരമുണ്ട് നമ്മിൽ സാരജ്ഞനല്ലൊട്ടും ഓർത്തോളാം ധാത്രീഷ ഭവാൻ. സെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളം ക്ലാസ്സുകൾ പ്രചോദനാത്മകമായിരുന്നു എന്ന് ECG സുദർശനൻ പറയുന്നതിൻ്റെ കാരണങ്ങൾ തെരഞ്ഞെടുത്തെഴുതുക. മലയാളം ക്ലാസ്സുകൾ പ്രചോദനാത്മകമായിരുന്നു എന്ന് ECG സുദർശനൻ പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അധ്യാപകൻ്റെ വേഷത്തിലെ ലാളിത്യവും പ്രവൃത്തിയിലെ മാന്ത്രികതയും, ക്ലാസ് മുറിയിൽ പാലിക്കപ്പെട്ട കർശനമായ അച്ചടക്കം, അധ്യാപകൻ നൽകിയ ഗൃഹപാഠങ്ങൾ, കാര്യങ്ങളുടെ വ്യത്യസ്ത തലങ്ങളിലേക്കുള്ള അന്വേഷണം. ഏതാണ് ഉത്തരം? വേഗം മാർക്ക് ചെയ്യുക. നോക്കുക, യെസ്, അധ്യാപകന്റെ വേഷത്തിലെ ലാളിത്യവും പ്രവൃത്തിയിലെ മാന്ത്രികതയും, കാര്യങ്ങളുടെ വ്യത്യസ്ത തലങ്ങളിലേക്കുള്ള അന്വേഷണം. സെറ്റ്. ദെൻ നെക്സ്റ്റ്. കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. കണ്ണാടി കാണുന്നവര് തൻ്റെ മുഖമാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിൽ കരുതും വിരൂപന്മാർ. ഈ വാക്കുകളിലൂടെ ശകുന്തള സൂചിപ്പിക്കുന്നത് എന്തെല്ലാം? കണ്ണാടി കാണാത്ത വിരൂപന്മാർ സുന്ദരന്മാരാണെന്ന് സ്വയം വിചാരിക്കാറുണ്ട്. കണ്ണാടി നോക്കിയാൽ സുന്ദരന്മാർക്ക് വിരൂപന്മാരാണെന്ന് തോന്നും. ദുഷ്യന്തന് ശാരീരിക വൈരൂപ്യമുണ്ട്. ദുഷ്യന്തന് സ്വന്തം ദോഷങ്ങളെക്കുറിച്ച് അറിവില്ല. ഏതാണ് ഉത്തരം? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? യെസ്, നോക്കുക, ഉത്തരം കണ്ണാടി കാണാത്ത വിരൂപന്മാർ സുന്ദരന്മാരാണെന്ന് സ്വയം വിചാരിക്കാറുണ്ട്. ദുഷ്യന്തന് സ്വന്തം ദോഷങ്ങളെക്കുറിച്ച് അറിവില്ല. ദെൻ നെക്സ്റ്റ്. മൂർഖനാം അവനോട് പണ്ഡിതൻ ശുഭാശുഭമാഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും. മൂർഖനായിട്ടുള്ള അവനോട് പണ്ഡിതന്മാർ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? ചീത്തയായിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ മൂർഖൻ എന്ന വിശേഷണം താഴെ പറയുന്നതിൽ ആർക്കൊക്കെ യോജിക്കുന്നു? മൂർഖൻ എന്ന വിശേഷണം ഈ തന്നിരിക്കുന്നതിൽ ആർക്കൊക്കെയാണ് യോജിക്കുക? ദുഷ്യന്തൻ, സജ്ജനം, സത്യധർമാതി വെടിഞ്ഞ പുരുഷൻ, രാജാക്കന്മാർ. ഏതാ? കമന്റ് ബോക്സിൽ തന്നെ ഉത്തരം രേഖപ്പെടുത്തിക്കോളൂ. 3ാമത്തെ ചോദ്യം ഏതാ ഓപ്ഷനാണ് ശരി? 3 യെസ്, ഏതൊക്കെയാണ്? യെസ്, ദുഷ്യന്തനും സത്യധർമാതി വെടിഞ്ഞ പുരുഷനും. നെക്സ്റ്റ് നോക്കുക, ശ്രീനാരായണ ഗുരു ദൈവദശകത്തിൽ ആവിഷ്കരിക്കുന്ന ദൈവസങ്കല്പത്തിന് യോജിക്കുന്നവ തെരഞ്ഞെടുത്തെഴുതുക. ശ്രീനാരായണ ഗുരു ദൈവദശകത്തിനകത്ത് ദൈവം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ? അതെങ്ങനെയാണ്? മനുഷ്യരുടെ തെറ്റുകൾക്ക് മേൽ പ്രകൃതിക്ഷോഭങ്ങൾ പോലുള്ള ശിക്ഷകൾ നടപ്പാക്കുന്നതാണോ ദൈവം? സംസാര സാഗരം കടക്കുന്നതിനുള്ള യാത്രയിൽ നാവികനായി വർത്തിക്കുന്നതാണോ ദൈവം? അന്നവസ്ത്രാദികൾ മുടങ്ങാതെ നൽകുന്നു, എല്ലായ്പ്പോഴും അദൃശ്യനായി അപ്രാപ്യനായി നിലകൊള്ളുന്നു. ഏതാണ് ദൈവം? യെസ്, സംസാര സാഗരം കടക്കുന്നതിനുള്ള യാത്രയിൽ നാവികനായി വർത്തിക്കുന്നു, അന്നവസ്ത്രാദികൾ മുടങ്ങാതെ നൽകുന്നു. സെറ്റാണല്ലോ? യെസ്. നെക്സ്റ്റ് നോക്കുക,
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് നവമാധ്യമങ്ങളുടെ സവിശേഷതയായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന 2 പ്രസ്താവനകൾ എടുത്തെഴുതുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് നവമാധ്യമങ്ങളുടെ, പുതിയ മാധ്യമങ്ങൾ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, വാട്സപ്പ് എന്ന മാധ്യമങ്ങളുടെ പ്രത്യേകതകൾ, സവിശേഷതകളായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന 2 പ്രസ്താവനകൾ എടുത്തെഴുതുക. 1 ഇരുത്തം വന്ന ഭാഷ, 2 അറിവുകളും വിവരങ്ങളും തത്സമയം ലഭിക്കുന്നു, 3 പല തട്ടിലുള്ള എഡിറ്റിംഗ്, 4 സ്വതന്ത്ര ആവിഷ്കാരം നടത്താൻ കഴിയുന്നു. ഇതിലേതോ 2 പ്രത്യേകതകൾ ഏതിനുപയോഗിക്കാൻ പറ്റിയതാണ്? നവമാധ്യമങ്ങൾക്ക്. ഏതൊക്കെയാണ്? അറിവുകളും വിവരങ്ങളും തത്സമയം ലഭിക്കുന്നു, സ്വതന്ത്ര ആവിഷ്കാരം നടത്താൻ കഴിയുന്നു. കമൻറ്റ് ബോക്സിൽ മാർക്ക് ചെയ്യണം, ഓരോന്ന് മാർക്ക് ചെയ്തു പോവുക. ഏറ്റവും അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി എന്ത് ചെയ്യണം? അവിടെ രേഖപ്പെടുത്തണം. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് രചിച്ച കൃതി ഏതാണ്? ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി, ഗോധായെ കാത്ത്, ഏകാന്തതയുടെ 100 വർഷങ്ങൾ, സൂര്യശില. ഇതിൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കസിന്റെ കൃതി ഏതാണ്? യെസ്, ഏകാന്തതയുടെ 100 വർഷങ്ങൾ. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ കുട്ടികൾ നേടുന്ന സ്വാതന്ത്ര്യത്തെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന സൂചനകൾ എടുത്തെഴുതുക. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ കുട്ടികൾ നേടുന്ന സ്വാതന്ത്ര്യത്തെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന സൂചനകൾ. 1 കാഡ്ജിനയിൽ നിന്നും പലായനം ചെയ്ത കുടുംബം, 2 അമ്മയുടെ അക്വേറിയത്തിൽ നിന്നും സ്വതന്ത്രമായ വർണ്ണ മത്സ്യങ്ങൾ, 3 വെള്ളത്തിൽ സ്പർശിക്കുന്നിടത്ത് സ്വർണ്ണ വരകളുള്ള അലൂമിനിയം വള്ളം, 4 ആകാശത്ത് സ്വന്തം ചിറകുകൾ വിടർത്തി പറന്ന വീട്ടുപകരണങ്ങൾ. ഇതിൽ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായി കാണിക്കുന്ന, കുട്ടികൾ നേടിയ സ്വാതന്ത്ര്യത്തെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന സൂചനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ഏതാണ്? അമ്മയുടെ അക്വേറിയത്തിൽ നിന്നും സ്വതന്ത്രമായ വർണ്ണ മത്സ്യങ്ങളും ആകാശത്ത് സ്വന്തം ചിറകുകൾ വിടർത്തി പറന്ന വീട്ടുപകരണങ്ങളും. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് നോക്കുക. അവർക്ക് പാകത വരുന്നതിൻ്റെ തെളിവാണിത്. അയാൾ പറഞ്ഞു. ഏത് പാഠഭാഗമാണ്? പ്രകാശം ജലം പോലെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കുട്ടികൾക്ക് പാകത വരുന്നതായി മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ 2 സന്ദർഭങ്ങൾ എടുത്തെഴുതുക. 1 അപ്പാർട്ട്മെന്റ് നിറയെ 12 അടി പൊക്കത്തിൽ പ്രകാശം നിറച്ചപ്പോൾ, 2 വർഷാവസാനത്തിൽ 2 പേരും മാതൃകാ വിദ്യാർത്ഥികളായി വാഴ്ത്തപ്പെട്ടപ്പോൾ, 3 അവരുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ച് ഒരു പാർട്ടി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, 4 ക്രിസ്മസിന് വള്ളം വേണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ. അവർക്ക് പാകത വരുന്നതിൻ്റെ തെളിവായിട്ട് കഥാകാരൻ കണ്ടത് എന്തായിരുന്നു? വർഷാവസാനത്തിൽ 2 പേരും മാതൃകാ വിദ്യാർത്ഥികളായി വാഴ്ത്തപ്പെട്ടപ്പോൾ, അവരുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ച് ഒരു പാർട്ടി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ. ഓപ്ഷൻ 2ഉം 3ഉം. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, ലൈറ്റ് ഈസ് ലൈക്ക് വാട്ടർ എന്ന ഗബ്രിയേൽ ഗാർസിയ മാർക്കസിന്റെ രചന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര്? പ്രകാശം ജലം പോലെയാണ് എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ABCD. ആരാണ്? ഓപ്ഷൻ സി, ചന്ദ്രമതി. സെറ്റ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ന എഴുത്തുകാരന് യോജിക്കുന്നവ പട്ടികപ്പെടുത്തുക. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ന എഴുത്തുകാരന് യോജിക്കുന്നവ മാത്രം എടുത്ത് പട്ടികപ്പെടുത്തുക. ഇതിനകത്ത് എ മാജിക്കൽ റിയലിസം, ബി റൊമാൻറ്റിസം, സി നൊബേൽ സമ്മാനം, ഡി ചലച്ചിത്ര സംവിധായകൻ, ഏകാന്തതയുടെ 100 വർഷങ്ങൾ, ഗാബോ. അദ്ദേഹത്തിന് ചേരുന്ന വിശേഷണങ്ങൾ ഏതൊക്കെയാണുള്ളത്? ABCDEF ഏതൊക്കെയാണുള്ളത്? മാർക്ക് ചെയ്തോ? നോക്കുക. മാജിക്കൽ റിയലിസം അദ്ദേഹത്തിന് ചേർന്നതാണ്, റൊമാൻറ്റിസം ഇല്ല. നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചതാണ്, ചലച്ചിത്ര സംവിധായകൻ അല്ല. ഏകാന്തതയുടെ 100 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്, ഗാബോ അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്. അപ്പോൾ എയും സിയും ഇയും എഫുമാണ് അദ്ദേഹമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് കിടക്കുന്ന പരാമർശങ്ങൾ. നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. കിരാതവൃത്തത്തിലെ ഈ ബിംബകൽപ്പനയുമായി ബന്ധമുള്ള സൂചനകൾ എടുത്തെഴുതുക. നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ, കിരാതവൃത്തത്തിലെ ഈ ബിംബകൽപ്പനയുമായി ബന്ധമുള്ള സൂചന ഏതാണ്? പടയണിയിലെ ഭൈരവിക്കോലത്തിൻ്റെ സ്വാധീനമാണോ? കാക്കാരശ്ശി നാടകത്തിൻ്റെ സ്വാധീനമാണോ? കാട്ടാളൻ്റെ അടങ്ങാത്ത രോഷത്തിൻ്റെ ആവേശമാണോ? മാജിക്കൽ റിയലിസത്തിൻ്റെ സ്വാധീനമാണോ? ഏതാണ് ഉത്തരം? 2 എണ്ണം
പടയണിയിലെ ഭൈരവിക്കോലത്തിന്റെ സ്വാധീനം, കാട്ടാളന്റെ അടങ്ങാത്ത രോഷത്തിന്റെ ആവേശം. സെറ്റ്. ദെൻ നെക്സ്റ്റ്, കിരാതവൃത്തത്തിലെ കാട്ടാളന്റെ തീവ്ര ദുഃഖത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങൾ എടുത്തെഴുതുക. കിരാതവൃത്തത്തിലെ കാട്ടാളന്റെ തീവ്ര ദുഃഖത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങൾ എടുത്തെഴുതുക. അമ്പിളി കളമെഴുതി പാടിയ രാവുകൾ, കണ്ണിൽ നിന്ന് ഊറി അടർന്ന തീത്തുള്ളി, ഈറൻമുടി കോതിയ സന്ധ്യകൾ, കരളിൽ നുറുങ്ങിയ നട്ടെല്ല്. തീവ്ര ദുഃഖത്തെ സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാ ഉത്തരം? വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ. യെസ്, ഓപ്ഷൻ ബിയും ഡിയും. കണ്ണിൽ നിന്ന് ഊറി അടർന്ന തീത്തുള്ളി, കരളിൽ നുറുങ്ങിയ നട്ടെല്ല്. ദെൻ നെക്സ്റ്റ്, ആകാശത്തച്ഛൻ ചത്ത് കിടപ്പത് കണ്ടു നടുങ്ങി, മലയോരത്തമ്മയിരുന്നു ദഹിപ്പതു കണ്ടു കലങ്ങി. ഈ വരികളിലെ ആശയവുമായി ചേർന്ന് നിൽക്കുന്ന രണ്ടെണ്ണം എടുത്തെഴുതുക. ഒന്ന്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതിൽ കാട്ടാളനുള്ള ദുഃഖം. രണ്ട്, കാട് നശിച്ചതിലുള്ള കാട്ടാളന്റെ ദേഷ്യം. സി, മാതാപിതാക്കളായി കരുതുന്ന പ്രകൃതിക്കുണ്ടായ നാശം. ഡി, തൻ്റെ സമൂഹത്തെ നശിപ്പിച്ചവരോടുള്ള കാട്ടാളന്റെ പക. ഏതാണ് ഇവിടെ രണ്ടെണ്ണം? ഈ ആശയവുമായി ചേർന്ന് നിൽക്കുന്ന രണ്ടെണ്ണം ഏതാണ്? ഓപ്ഷൻ ബിയും സിയും. കാട് നശിച്ചതിലുള്ള കാട്ടാളന്റെ ദേഷ്യവും മാതാപിതാക്കളായി കരുതുന്ന പ്രകൃതിക്കുണ്ടായ നാശവും. സെറ്റ്. വെളിച്ചത്തിനു പിന്നിൽ ചതിവുണ്ടെന്ന് ദിവാകരൻ മനസ്സിലാക്കിയതിനെ ശരിവെക്കുന്ന രണ്ട് പ്രസ്താവനകൾ എഴുതുക. വെളിച്ചത്തിനു പിന്നിൽ ചതിവുണ്ടെന്ന് ദിവാകരൻ മനസ്സിലാക്കിയതിനെ ശരിവെക്കുന്ന രണ്ട് പ്രസ്താവനകൾ. ഒന്ന്, വെളിച്ചം വ്യക്തത തരുന്നു. രണ്ട്, വെളിച്ചം അവ്യക്തത ഉണ്ടാക്കുന്നു. മൂന്ന്, വെളിച്ചത്തെ വിശ്വസിക്കാം. നാല്, വെളിച്ചം എല്ലാത്തിനും ഒരേ ഛായ നൽകുന്നു. അപ്പോൾ വെളിച്ചത്തിന് പിന്നിലുള്ള ചതിവെന്താണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. മാർക്ക് ചെയ്യുക. ഉത്തരം നോക്കുക. വെളിച്ചം അവ്യക്തത ഉണ്ടാക്കുന്നു, വെളിച്ചം എല്ലാത്തിനും ഒരേ ഛായ നൽകുന്നു. ഭൈമി, വൈദർഭി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കഥാപാത്രമാരാണ്? ഭൈമി എന്നും വൈദർഭി എന്നും അറിയപ്പെടുന്ന കഥാപാത്രമാരാണ്? സെറ്റാണ്, ദമയന്തി. ദമയന്തിയെയാണ് ഭൈമി എന്നും വൈദർഭി എന്നും അറിയപ്പെടുന്നത്. കാക്കാരശ്ശിപ്പാട്ടിനെ ആകർഷകമാക്കുന്ന രണ്ട് സവിശേഷതകൾ എടുത്തെഴുതുക. കാക്കാരശ്ശിപ്പാട്ടിനെ ആകർഷകമാക്കുന്ന രണ്ട് സവിശേഷതകൾ. ഒന്ന്, സംഗീതാത്മകത. രണ്ട്, ആഖ്യാനാത്മകത. മൂന്ന്, നാടോടിത്തം. നാല്, കഠിന പദബാഹുല്യം. ഇതിലേതാണ് കാക്കാരശ്ശി നാടിനെ ആകർഷകമാക്കുന്ന ആ രണ്ട് ഘടകങ്ങൾ? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാ ഉത്തരം? ഒന്ന്, സംഗീതാത്മകതയും, സി, നാടോടിത്തവും. എ, സംഗീതാത്മകതയും, സി, നാടോടിത്തവും. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ നിന്നും കാക്കാരശ്ശി നാടകത്തിന് യോജിക്കുന്നവ മാത്രം തെരഞ്ഞെടുത്തെഴുതുക. താഴെ പറയുന്നവയിൽ നിന്നും കാക്കാരശ്ശി നാടകത്തിന് യോജിക്കുന്നവ മാത്രം. സംഗീതം, സംഭാഷണം, നൃത്തം എന്നിവ ഉൾച്ചേർന്ന നാടോടി കലാരൂപമാണ്. സൂക്ഷ്മവും സങ്കേതബദ്ധവുമായിട്ടുള്ള അഭിനയ രീതിയാണ്. ആക്ഷേപഹാസ്യത്തിന് പ്രാധാന്യം നൽകിയുള്ള അവതരണമാണ്. കഥാപാത്ര സ്വഭാവത്തിനനുസരിച്ച് പൊതുവായ ചില വേഷങ്ങൾ. ഇതിൽ കാക്കാരശ്ശി നാടകത്തിന് യോജിക്കുന്നവ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് ചെയ്തോ, നോക്കുക. സംഗീതം, സംഭാഷണം, നൃത്തം എന്നിവ ഉൾച്ചേർന്ന നാടോടി കലാരൂപം. ആക്ഷേപഹാസ്യത്തിന് പ്രാധാന്യം നൽകിയുള്ള അവതരണം. ഓപ്ഷൻ എയും സിയും. ദെൻ നെക്സ്റ്റ്, ചുവടെ പറയുന്ന എഴുത്തുകാരിൽ ആട്ടക്കഥാ സാഹിത്യവുമായി ബന്ധമില്ലാത്തവർ ആരൊക്കെയാണ്? ചുവടെ പറയുന്ന എഴുത്തുകാരിൽ ആട്ടക്കഥാ സാഹിത്യവുമായി ബന്ധമില്ലാത്തവർ ആരൊക്കെയാണ്? ഉണ്ണായി വാര്യർ, കലാമണ്ഡലം ഹൈദരലി, ഇരയിമ്മൽ തമ്പി, കാവാലം നാരായണ പണിക്കർ. ഉണ്ണായി വാര്യർ ആട്ടക്കഥാ സാഹിത്യമാണ്. ഇരയിമ്മൽ തമ്പി ആട്ടക്കഥാ സാഹിത്യമാണ്. സെറ്റാണ്. പിന്നെ വരുന്ന ആരൊക്കെയാണ്? ഒന്ന്, കലാമണ്ഡലം ഹൈദരാലി കഥകളി സംഗീതമാണ്. കാവാലം നാരായണ പണിക്കർ നാടക മേഖലയാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? കലാമണ്ഡലം ഹൈദരലി, കാവാലം നാരായണ പണിക്കർ. ഓപ്ഷൻസ് ബിയും ഡിയുമാണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ്, തനതു നാടകത്തിന്റെ പ്രത്യേകതകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? തനതു നാടകത്തിന്റെ പ്രത്യേകതകൾ. സംഭാഷണങ്ങൾക്ക് പ്രാധാന്യമില്ല. കേരളീയ കലകളിൽ നിന്ന് ശൈലികൾ സ്വീകരിക്കുന്നു. തുറന്ന രംഗവേദി ഉപയോഗിക്കുകയില്ല. പാട്ടും കൊട്ടും ആട്ടവും ചേർന്ന അവതരണ രീതി. ഇതിൽ തനതു നാടകത്തിന്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? മാർക്ക് ചെയ്തോ, മാർക്ക് ചെയ്തോ. ഉത്തരം നോക്കുക. കേരളീയ കലകളിൽ നിന്ന് ശൈലികൾ സ്വീകരിക്കുന്നു. പാട്ടും കൊട്ടും ആട്ടവും ചേർന്ന അവതരണ രീതി. സെറ്റാണല്ലോ. സംഗീതത്തെക്കുറിച്ചും
എന്നെക്കുറിച്ചും പറയേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ബാപ്പയുടെ ഈണം കേൾക്കുന്നു. സംഗീതത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും പറയേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ബാപ്പയുടെ ഈണം കേൾക്കുന്നു. പാട്ടുകാരനായ ബാപ്പയുമായുള്ള ഹൃദയബന്ധം എന്താണ് ഇതിനകത്ത് പരാമർശിക്കുന്നത് ചോദിക്കുക. ഒന്ന്, പാട്ടുകാരനായ ബാപ്പയുമായിട്ടുള്ള ഹൃദയബന്ധമാണോ? പാട്ടുകാരനായി മാറുന്നതിനുള്ള തടസ്സമാണോ? കുട്ടിക്കാലത്തെ നഷ്ടങ്ങൾ നിസ്സാരമെന്ന ധാരണയാണോ? കുട്ടിക്കാലത്ത് തന്നെ ബാപ്പ നഷ്ടപ്പെട്ട ദുഃഖം. ഈ വരികളിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എന്താണ്? പാട്ടുകാരനായ ബാപ്പയുമായുള്ള ഹൃദയബന്ധം, കുട്ടിക്കാലത്ത് തന്നെ ബാപ്പ നഷ്ടപ്പെട്ട ദുഃഖം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും. സെറ്റ്. നല്ലതായിരിപ്പൻ നല്ലത് ഗ്രഹിച്ചിടും എന്ന ആശയത്തിന് യോജിച്ചവ എടുത്തെഴുതുക. നല്ലതായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും. ആന ശുദ്ധജലത്തിൽ കുളിച്ചാൽ തൃപ്തിയടയും. കണ്ണാടി കണ്ടാലും വിരൂപന്മാർ സന്തോഷിക്കും. അരയന്നം പാലും വെള്ളവും കലർന്നതിൽ നിന്ന് പാല് മാത്രം കുടിക്കും. സജ്ജനങ്ങൾ കുറ്റമുള്ളവരെയും നിന്ദിക്കില്ല. നല്ലതായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും എന്ന ആശയത്തിന് യോജിച്ചവ ഓപ്ഷൻ 1, 2, 3, 4. ഏതാണ് ഉത്തരം? യെസ്, ഓപ്ഷൻ 3ഉം 4ഉം. അരയന്നം പാലും വെള്ളവും കലർന്നതിൽ നിന്ന് പാല് മാത്രം കുടിക്കും. സജ്ജനങ്ങൾ കുറ്റമുള്ളവരെയും നിന്ദിക്കില്ല. സെറ്റ്. ശകുന്തളയുടെ വാക്കുകളിൽ നിന്ന് ദുഷ്യന്തൻ എന്ന കഥാപാത്രത്തിന് യോജിക്കുന്ന 2 പ്രസ്താവനകൾ കണ്ടെത്തുക. ശകുന്തളയുടെ വാക്കിൽ നിന്ന് ദുഷ്യന്തൻ എന്ന കഥാപാത്രത്തിന് യോജിക്കുന്ന 2 പ്രസ്താവനകൾ. A, B, C, D. കടുകിൻ മണി മാത്രമുള്ള പരദോഷം കാണുന്നയാൾ പ്രജാവത്സലൻ, സജ്ജനങ്ങളെ നിന്ദിക്കുന്നയാൾ സാരജ്ഞൻ. എന്തൊക്കെയായിരുന്നു ശകുന്തള മുന്നോട്ട് വെച്ച ദുഷ്യന്തന്റെ ന്യൂനതകൾ? 1, കടുകിൻ മണി മാത്രമുള്ള പരദോഷം കാണുന്നയാള്. 3, സജ്ജനങ്ങളെ നിന്ദിക്കുന്നയാൾ. അപ്പൊ ഉത്തരം ഏതാണ്? എയും സിയും. സെറ്റാണല്ലോ. നെക്സ്റ്റ്, പുലിക്കോട്ടിൽ ഹൈദറുടെ കവിതയുടെ സവിശേഷതകളായി വരുന്ന സൂചനകൾ ഏതെല്ലാം? പുലിക്കോട്ടിൽ ഹൈദറുടെ കവിതയുടെ സവിശേഷതകളായി വരുന്ന സൂചനകൾ ഏതെല്ലാം? നാട്ടുകഥകൾക്ക് പ്രാധാന്യം നൽകി. ഭക്തിയാണ് രചനകളെ പ്രചോദിപ്പിച്ചിരുന്നത്. മതേതരമായ ഇതിവൃത്തങ്ങൾ തിരഞ്ഞെടുത്തു. വാമൊഴി ഭാഷാ കൃതികളിൽ ഒഴിവാക്കി. ഏതാണ് പുലിക്കോട്ടിൽ ഹൈദറുടെ കവിതയുടെ സവിശേഷതകളായി വരുന്ന സൂചനകൾ? ഏതാണ്? നാട്ടുകഥകൾക്ക് പ്രാധാന്യം നൽകി, മതേതരമായ ഇതിവൃത്തങ്ങൾ തിരഞ്ഞെടുത്തു. സെറ്റാണല്ലോ. നെക്സ്റ്റ്, ഗൗളി ജന്മം എന്ന കഥയിലെ സന്ദർശകയുടെ സവിശേഷതയായി വരുന്ന 2 പ്രസ്താവനകൾ എടുത്തെഴുതുക. ഗൗളി ജന്മം എന്ന കഥയിലെ സന്ദർശകയുടെ സവിശേഷത മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നുണ്ടോ? മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുന്നു ഉണ്ടോ? നിർദ്ദയമായി സംസാരിക്കുന്നു, ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നു. ഇതിലേതോ 2 സ്വഭാവം ആർക്ക് ചേർന്നതാണ്? നമ്മുടെ ഗൗളി ജന്മത്തിലെ ആശുപത്രി സന്ദർശകർക്ക് ചേർന്നതാണ്. ഏതൊക്കെയാണ് നോക്കുക. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുന്നു, നിർദ്ദയമായി സംസാരിക്കുന്നു. അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആക്ഷേപഹാസ്യത്തിന് കാരണമായവ കണ്ടെത്തുക. അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആക്ഷേപഹാസ്യത്തിന് കാരണമായവ കണ്ടെത്തുക. 1, അധികാരത്തിന്റെ ജീർണത. 2, ജാതീയമായ വിവേചനം. 3, ഭരണത്തിലെ ഉപജാപക വൃന്ദം. 4, കച്ചവട ലോകത്തിന്റെ കടന്നുകയറ്റം. ഏതാണ് ഉത്തരം? ഏതാണ്? അധികാരത്തിന്റെ ജീർണതയും ഭരണത്തിലെ ഉപജാപക വൃന്ദവും. ഓപ്ഷൻ 1, ഓപ്ഷൻ 3. സെറ്റ്. പരമ്പരാഗത മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? പരമ്പരാഗത മാധ്യമങ്ങൾ, പത്രം, TV, റേഡിയോ എന്നിവയിൽ നിന്ന് നവമാധ്യമങ്ങൾ ഏതാണ്? ഫേസ്ബുക്ക്, ഇന്റർനെറ്റ്, വാട്സപ്പ്, ട്വിറ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഈ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ. വാർത്തകൾ എഡിറ്റ് ചെയ്ത് മാത്രം അവതരിപ്പിക്കുന്നു നവമാധ്യമങ്ങളിൽ. അങ്ങനെയാണോ? ശിക്ഷണം ലഭിക്കാത്തവർക്കും വാർത്ത പ്രസിദ്ധീകരിക്കാം. അഭിപ്രായങ്ങൾ തത്സമയം അവതരിപ്പിക്കാൻ കഴിയില്ല. വാർത്തകൾ ഉത്ഭവിക്കുന്നിടത്ത് നിന്ന് തന്നെ പൊതുസമൂഹത്തിൽ എത്തിക്കാം. ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അപ്പം തന്നെ എനിക്ക് എന്ത് ചെയ്യാം? അത് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. സെറ്റാണ്. വാർത്തകൾ എഡിറ്റ് ചെയ്യുന്ന പരിപാടികളൊന്നും അവിടെ ഇല്ല. ശിക്ഷണം ലഭിക്കാത്തവർക്ക് ആർക്കും എന്ത് ചെയ്യാം? സംഗതി അവതരിപ്പിക്കാം. അപ്പം ഓപ്ഷൻ ബിയും ഡിയുമാണ് കറക്റ്റ് ആൻസർ. മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. കിരാതവൃത്തം എന്ന കവിതയിൽ കണ്ടെത്താവുന്ന 2 ആശയ സൂചനകൾ എഴുതുക. കിരാതവൃത്തം എന്ന കവിതയിൽ കണ്ടെത്താവുന്ന 2 ആശയ സൂചനകൾ. 1, ചൂഷണത്തിൽ അധിഷ്ഠിതമായ നാഗരികത.
ബി നാഗരിക ജീവിതത്തിന്റെ ആസ്വാദ്യത, സി ആവാസ വ്യവസ്ഥയ്ക്ക് മേലുള്ള അധിനിവേശം, ഡി വ്യവസായവൽക്കരണത്തിന്റെ ഗുണങ്ങൾ. അല്ല, നാഗരിക ജീവിതത്തിന്റെ ആസ്വാദ്യതയല്ല. അപ്പം നമുക്ക് കൃത്യമാണ് ചൂഷണത്തിൽ അധിഷ്ഠിതമായ നാഗരികതയും ആവാസ വ്യവസ്ഥയ്ക്ക് മേലുള്ള അധിനിവേശവും. ഓപ്ഷൻ എയും സിയുമാണ് കറക്റ്റ് ആൻസർ. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, കലാമണ്ഡലം ഹൈദരലിയുടെ കലാജീവിതവുമായി ബന്ധപ്പെട്ട യോജിച്ച 2 പ്രസ്താവനകൾ എഴുതുക. എ, ബി, സി, ഡി. ജന്മസിദ്ധിയും സാധനയും ആ കലാകാരനെ കുറ്റപ്പെടുത്തി. സമുദായത്തിന്റെ ചട്ടക്കൂടിനകത്തു നിന്ന് കലാപഠനം നടത്തി. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ സഹായിച്ചു. ഇതര മതസ്ഥർ നിഷേധിച്ചു. ആ കലാകാരനെ കുറ്റപ്പെടുത്തി എന്നല്ല കേട്ടോ, വാർത്തെടുത്തു എന്നുള്ള അർത്ഥത്തിലെടുക്കുക. ജന്മസിദ്ധിയും സാധനയും ആ കലാകാരനെ വാർത്തെടുത്തു. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ സഹായിച്ചു. സെറ്റ്. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും കാക്കാരിശി നാടകത്തിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും കാക്കാരിശി നാടകത്തിന് അനുയോജ്യമായവ. സാമൂഹിക വിമർശനം ലക്ഷ്യമാക്കുന്നില്ല. സംഗീതം, നൃത്തം, അഭിനയം എന്നിവയ്ക്ക് പ്രാധാന്യം. നാടോടി നാടക ഗാനശാഖയിൽപ്പെടുന്നു. സ്ത്രീ കഥാപാത്രങ്ങൾ കടന്നു വരുന്നില്ല. ഏതാണ് കാക്കാരിശി നാടകത്തിന്റെ പ്രത്യേകത? സംഗീതം, നൃത്തം, അഭിനയം എന്നിവയ്ക്ക് പ്രാധാന്യം. നാടോടി നാടക ഗാനശാഖയിൽപ്പെടുന്നു. സെറ്റ്. ദെൻ നെക്സ്റ്റ്, കിരാതവൃത്തം എന്ന കവിതയിലെ 2 ദൃശ്യബിംബങ്ങൾ എഴുതുക. കിരാതവൃത്തം എന്ന കവിതയിലെ 2 ദൃശ്യബിംബങ്ങൾ. ഓപ്ഷൻ എ കാട്ടാറിന്റെ തരിവളകിലുക്കം, ഓപ്ഷൻ ബി കറുകപ്പുൽ തുമ്പത്തെ അമ്പിളിയുടെ കളമെഴുത്ത്, ഓപ്ഷൻ സി നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളൻ, ഓപ്ഷൻ ഡി കാറ്റിന്റെ ചിലങ്കകൾ. ഏതാ കിട്ടിയോ? മാർക്ക് ചെയ്തോ. ഉത്തരം നോക്കുക. കറുകപ്പുൽ തുമ്പത്തെ അമ്പിളിയുടെ കളമെഴുത്ത്, നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളൻ. എടുത്തെന്നാൽ അതും കുറ്റം, എടുക്കാഞ്ഞാൽ അതും കുറ്റം, കൊടുത്തെന്നാൽ അതും കുറ്റം, കൊടുക്കാഞ്ഞാൽ അതും കുറ്റം. ഈ വരികളിൽ കാണുന്ന കാവ്യ സവിശേഷതകൾ തിരഞ്ഞെടുത്തെഴുതുക. ഇതിനകത്ത് നല്ല താളമുണ്ടോ, ഭക്തിരസമുണ്ടോ, സാരോപദേശമുണ്ടോ, ശബ്ദഭംഗിയുണ്ടോ? ശബ്ദഭംഗിയുണ്ടോ? ഏതാണ്? എടുത്തെന്നാൽ അതും കുറ്റം, എടുക്കാഞ്ഞാൽ അതും കുറ്റം, കൊടുത്തെന്നാൽ അതും കുറ്റം, കൊടുക്കാഞ്ഞാൽ അതും കുറ്റം. ഏതാ ഉത്തരം? 1ഉം 4ഉം. താളമുണ്ട്, ശബ്ദഭംഗിയുണ്ട്. അടുത്തത്, വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന ഫീച്ചറിന് ചേരുന്ന പ്രസ്താവനകൾ എടുത്തെഴുതുക. വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന ഫീച്ചറിന് ചേരുന്ന പ്രസ്താവന: വികാരഭരിതമായ അവതരണം, വസ്തുതാവിരുദ്ധമായ വിവരണം, ക്രിക്കറ്റ് നിയമങ്ങളുടെ വിസ്തൃത വിവരണം, ആകർഷകമായ തലക്കെട്ട്. എന്താണ് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾക്ക് ചേർന്ന സവിശേഷതകൾ? എന്താണ്? 1 എ വികാരഭരിതമായ അവതരണവും, ഡി ആകർഷകമായ തലക്കെട്ടുകളും. മലയാളം ക്ലാസ്സുകളിൽ നിന്ന് ശാസ്ത്രജ്ഞനായ ECG സുദർശൻ ഉൾക്കൊണ്ട 2 പ്രധാന നേട്ടങ്ങൾ. മലയാളം ക്ലാസ്സുകളിൽ നിന്ന് ശാസ്ത്രജ്ഞനായ ECG സുദർശൻ ഉൾക്കൊണ്ട 2 പ്രധാന നേട്ടങ്ങൾ: ഒരു കാര്യത്തിന് അനേകം തലങ്ങൾ ഉണ്ടാകാം എന്ന വലിയ അറിവ്, ബി കവിത രചിക്കാനുള്ള പരിശീലനം, സി ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള പ്രചോദനം, ഡി വേഷത്തെക്കുറിച്ചുള്ള ചിന്ത. അദ്ദേഹത്തിന് കിട്ടിയ, ഈ സുദർശന് കിട്ടിയ 2 പ്രധാന നേട്ടം എന്താണ്? എ ഒരു കാര്യത്തിന് അനേകം തലങ്ങൾ ഉണ്ടാകാം എന്ന വലിയ അറിവ്, സി ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള പ്രചോദനം. ശകുന്തളയെ അധിക്ഷേപിക്കാൻ ദുഷ്യന്തൻ പറയുന്ന വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ശകുന്തളയെ അധിക്ഷേപിക്കാൻ ദുഷ്യന്തൻ പറയുന്ന വാക്കുകൾ: മത്തേപം പാംസു സ്നാനം കൊണ്ട് സന്തോഷിക്കുന്നു, ദുഷ്യന്തൻ പറഞ്ഞതാണോ? കോകില നാരി പോലെ പരഭൃത, ദുഷ്യന്തന്റെ അഭിപ്രായമാണോ? നിന്നോട് ജന്മത്തെക്കാൾ ശ്രേഷ്ഠം എന്നോട് ജന്മം, ദുഷ്യന്തനാണോ പറയുന്നത്? നാരികൾക്ക് ധാർഷ്ട്യമുണ്ട്. സെറ്റാണല്ലോ. ഓപ്ഷൻ 1ആണോ, 2ആണോ, 3ആണോ, 4ആണോ? ഉത്തരം ഏതാണ്? 2ഉം 4ഉം. കോകില നാരി പോലെ പരഭൃത, നാരികൾക്ക് ധാർഷ്ട്യമുണ്ട്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ന എഴുത്തുകാരനുമായി ബന്ധപ്പെടുത്താവുന്ന 2 പ്രസ്താവനകൾ എഴുതുക. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ന എഴുത്തുകാരനുമായി ബന്ധപ്പെടുത്താവുന്ന 2 പ്രസ്താവനകൾ: 1 ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ, 2 വെയിറ്റിംഗ് ഫോർ ഗോദോ രചിച്ചു, 3 സർ റിയലിസ്റ്റ് രചനാ സങ്കേതം ഉപയോഗിച്ചു, 4 നോബൽ സമ്മാന ജേതാവ്. ഏതാ ഉത്തരം? 1ഉം 4ഉം. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ്, നോബൽ സമ്മാന ജേതാവാണ്. വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന ശീർഷകവുമായി യോജിച്ചു വരുന്ന 2 പ്രസ്താവനകൾ എഴുതുക. വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന ശീർഷകവുമായി യോജിച്ചു വരുന്ന 2 പ്രസ്താവന: 1
പത്രത്തിലെ മുഖപ്രസംഗമായിരുന്നോ, കഥാപാത്ര നിരൂപണം, സ്പോർട്സ് ഫീച്ചർ, ക്രിക്കറ്റിൽ നിന്നുള്ള സച്ചിൻ്റെ വിടവാങ്ങൽ? ഇതിലേതെണ്ണാണ്, ഏത് രണ്ടെണ്ണമാണ് കൂടുതൽ യോജിച്ച് വരുന്നത്? യെസ്, ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും, സ്പോർട്സ് ഫീച്ചറും ക്രിക്കറ്റിൽ നിന്നുള്ള സച്ചിൻ്റെ വിടവാങ്ങലും. സെറ്റ്. നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം, ശകുന്തള. ഇത് നമ്മൾ പറഞ്ഞതാണ്. മാധ്യമങ്ങളിലെ ഭാഷാരീതിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. മാധ്യമങ്ങളിലെ ഭാഷാരീതിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. തെറ്റിദ്ധാരണയ്ക്ക് പഴുതില്ലാത്ത വിധം വ്യക്തവും ശക്തവും ശുദ്ധവും ആയിരിക്കണം മാധ്യമങ്ങളിലെ ഭാഷ. അതിശയോക്തിയുടെ ഹസ്താവലംബം ഉണ്ടായിരിക്കണം. അതിശയോക്തി ഉപയോഗിച്ച് പറയണം. ബഹുജനങ്ങളെ ഹരം കൊള്ളിക്കുന്നതാകണം. ഒരു സന്ദേശം അർത്ഥത്തിന് ഏറ്റക്കുറച്ചിൽ കൂടാതെ പരമാവധി പേരിൽ എത്തണം. ഇതിലേതാണ് മാധ്യമത്തിൻ്റെ ഭാഷാരീതിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണം? തെറ്റിദ്ധാരണയ്ക്ക് പഴുതില്ലാത്ത വിധം വ്യക്തവും ശക്തവും ശുദ്ധവുമായിരിക്കണം. ഓപ്ഷൻ എ. ഓപ്ഷൻ ഡി, ഒരു സന്ദേശം അർത്ഥത്തിന് ഏറ്റക്കുറച്ചിൽ കൂടാതെ പരമാവധി പേരിൽ എത്തണം. സെറ്റ്. ഗൗളി ജന്മം എന്ന കഥയിൽ വിമർശന വിധേയമാകുന്ന കാര്യങ്ങൾ വേർതിരിച്ചെഴുതുക. ഗൗളി ജന്മം എന്ന കഥയിൽ വിമർശന വിധേയമാകുന്ന കാര്യങ്ങൾ: എ. എഴുത്തുകാരുടെ അഹങ്കാരം, ബി. സംഗീത രംഗത്ത് ആത്മാർത്ഥതയില്ലായ്മ, സി. രാഷ്ട്രീയ രംഗത്ത് അഴിമതി, ഡി. ഡോക്ടർമാരുടെ ഈഗോ. ഏതാ ഉത്തരം? എഴുത്തുകാരുടെ അഹങ്കാരവും ഡോക്ടർമാരുടെ ഈഗോയും. സെറ്റല്ലേ? പരീക്ഷയ്ക്ക് ഇതിൽ കൂടുതൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം നമുക്ക് എന്ത് ചെയ്യാനില്ല, ചോദിക്കാനുള്ള എല്ലാ സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക് എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓരോന്നിനും 2 മാർക്ക് വെച്ചിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത ചോദ്യങ്ങൾ എത്ര എണ്ണം ഉണ്ടോ അതിനെന്ത് ചെയ്യുക, നിങ്ങൾ കണക്കാക്കുക. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു.